ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ രൂപ നല്ല മുന്നേറ്റം നടത്തുന്നതാണ് ഗൾഫ് കറൻസികളുമായുള്ള വിനിമയ മൂല്യത്തെ ബാധിച്ചത്. പ്രമുഖ എക്സ്ചേഞ്ചുകളിൽ ഒരു ദിർഹത്തിന് 17 രൂപ 80 പൈസ എന്നതായിരുന്നു നിരക്ക്. 1000 രൂപ നാട്ടിലെത്താൻ വേണ്ടത് 56 ദിർഹം 16 ഫിൽസ്. അടുത്ത കാലത്ത് ഇതാദ്യമായാണ് ദിർഹത്തിന്റെ വിനിമയ നിരക്ക് 18 രൂപയ്ക്കും ചുവടേക്ക് വരുന്നത്. രൂപയുടെ വിനിമയ മൂല്യത്തിലുണ്ടായ കുതിപ്പ് കാരണം ദിർഹത്തിന് 1 രൂപ വരെ നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ആഹ്ലാദകരമല്ല രൂപയുടെ ഈ മുന്നേറ്റം. UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ 5% മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താനിരിക്കെ പ്രവാസ ലോകത്തെ ജീവിത ചെലവുകളും അധികരിക്കും. അതേസമയം ഊഹാധിഷ്ഠിത വ്യാപാരത്തിന്റെ പ്രതിഫലനം മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഏപ്രിൽ മാസത്തോടെ മാത്രമേ ഈ പ്രവണത തുടരുമോ എന്ന കാര്യം ഉറപ്പിക്കാൻ സാധിക്കൂവെന്നു സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഭിപ്രായപ്പെടുന്നു. UP തെരഞ്ഞെടുപ്പോടെ കേന്ദ്ര സർക്കാരിന് ലഭിച്ച രാഷ്ട്രീയ നേട്ടം ഓഹരി വിപണിയിലും പ്രതിഫലിച്ചിരുന്നു. ഓഹരി സൂചികയിലെ കുതിപ്പിന് പുറമെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം, ഇന്ത്യൻ ഓഹരികളോടുള്ള വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ താൽപര്യം എന്നിവയും രൂപയ്ക്ക് ഉണർവേകുന്ന ഘടകങ്ങളാണ്. അതിനിടെ അമേരിക്ക പലിശ നിരക്കിൽ വർധന വരുത്തിയത് ഗൾഫ് കറൻസികൾക്ക് ഗുണകരമായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ രൂപയുടെ ഉണർവിന് തടയിടുന്നതിൽ ആ നീക്കം പോലും വേണ്ടത്ര വിജയിച്ചില്ലെന്നാണ് വിലയിരുത്തൽ. MC നാസർ, മീഡിയ 1, ദുബൈ.